ഹലോ മമ്മീസ് ആൻഡ് ഡാഡീസ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് കുട്ടികൾക്കായിട്ട് ഒരു ഹെൽത്ത് മിക്സ് നമുക്ക് വീട്ടിലെങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇത് നമ്മുടെ വീട്ടിൽ അല്ലാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം നമ്മൾ കുട്ടിയുടെ ഡയറ്റിൽ ഇൻഡിവിജ്വലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 8 മാസം തൊട്ട് തന്നെ ഇത് ഒരു മിക്സ് ആക്കി നമുക്ക് അതിൻ്റെ കുറുക്ക് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം. വളരെ ന്യൂട്രീഷ്യസ് ആയിരുന്നു, മാത്രമല്ല ഇത് ഹെൽത്തി വെയിറ്റ് ഗെയിനിനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് അവസാനം ഈ മിക്സ് ഉപയോഗിച്ച് കുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. ആദ്യമായിട്ട് ഈ ഹോം മെയ്ഡ് ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിയാണ്. ഇത് വൈറ്റ് റൈസ്, നമ്മൾ സ്റ്റോറൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന വൈറ്റ് റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം റെഡ് റൈസും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ മോൾക്ക് റെഡ് റൈസിനേക്കാളും വൈറ്റ് റൈസാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റ് റൈസ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൂങ് ദാൽ, അതായത് പയറുപരിപ്പ്. പിന്നെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉറദ് ദാൽ അല്ലെങ്കിൽ ഉഴുന്നുപരിപ്പ്, 2 ടേബിൾ സ്പൂൺ തൂർ ദാൽ അല്ലെങ്കിൽ തുവരപ്പരിപ്പ്, നമ്മൾ സാമ്പാറൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇവിടെ വൈറ്റ് റൈസ് ആയതുകൊണ്ടാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് ഞാൻ കഴുകുന്നത്. റെഡ് റൈസ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകി എടുക്കാം. ഏതാണ്ട് 2-3 പ്രാവശ്യം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഡ്രൈ ടവലിലിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. ഇത് ബാക്കിയുള്ള ഈർപ്പം കൂടി ഒന്ന് അബ്സോർബ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഏതാണ്ടൊരു 30 മിനിറ്റ് ഇതുപോലെ ആ ടവലിൽ തന്നെ വെച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഈർപ്പമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇതിപ്പോൾ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കെടുത്ത് ഒന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കടായിൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇതൊരിക്കലും കരിയാൻ പാടില്ല. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ലോ ഫ്ലെയിം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. റെഡ് റൈസ് ആണെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ കുറച്ചുകൂടി സമയം വേണ്ടി വരും. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ബ്ലെൻഡറിലാണ് പൊടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മിക്സിയിലും പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ പൊടിച്ചെടുത്ത ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരു കുറുക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പല രീതിയിലും നമുക്കിതുകൊണ്ട് കുറുക്ക് തയ്യാറാക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏതാണ്ട് ഒരു 2 ടീസ്പൂൺ നമ്മുടെ ഹെൽത്ത് മിക്സ് ചേർക്കുകയാണ്. എന്നിട്ട് ആദ്യം തീ കത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാതെ ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീ കത്തിക്കുകയാണെങ്കിൽ കട്ടകൾ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സ്റ്റവ് ഓൺ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പല രീതിയിലും ഇത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമ്മളൊരു ചോറും പരിപ്പും ഒക്കെ കൊടുക്കുന്നതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് നന്നായിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്ത് അല്പം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. 1 വയസ്സിൽ കൂടുതലായ കുട്ടികൾക്കാണെങ്കിൽ അതിനോടൊപ്പം തന്നെ അല്പം ഉപ്പും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ കരിപ്പെട്ടിയോ പനങ്കർക്കണ്ടോ ചേർത്ത് നമ്മൾ റാഗി കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കുക. കുറുക്ക് ഏതാണ്ട് കുറുകി വരുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് കരിപ്പെട്ടിയാണ് വേണ്ടത് എങ്കിൽ അത് ചേർക്കാം. അല്ല, നമ്മൾ നെയ്യ് മാത്രം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം കുട്ടികൾക്ക്. മോൾക്ക് കരിപ്പെട്ടിയോ പനങ്കർക്കണ്ടോ ഇട്ട് കൊടുക്കുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ നെയ്യ് മാത്രം ഇട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. 1 വയസ്സിൽ കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് ഉപ്പും കൂടി ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഇത് ഞാൻ നേരത്തെ കാണിച്ച പ്രൊസീജിയറിൽ തന്നെ ഉണ്ടാക്കി
മധുരത്തിനായിട്ട് കരിപ്പെട്ടി ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ഞാൻ എപ്പോഴും കരിപ്പെട്ടി ഉപയോഗിച്ചതുപോലെ കൊടുക്കുമ്പോൾ മോൾക്ക് വളരെ ഇഷ്ടമാണ്. പായസം എന്ന് പറഞ്ഞാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നമ്മൾ കരിപ്പെട്ടി ഉപയോഗിച്ച് കൊടുക്കുമ്പോഴും വേണമെങ്കിൽ അല്പം നെയ്യ് ചേർക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസുമാണ്. ഹെൽത്തി വെയിറ്റ് ഗെയിനിന് വളരെയധികം സഹായിക്കുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.